ഹലോ. ആ അടി ആ നീ നീ ഇന്നലെ വേഗം വീട്ടിലെത്തിയാ? ഞാൻ വീട്ടിലെത്തിയ വേദന എത്തിന് കത്തിച്ച് വിടുക. പിന്നെ പുലർച്ചയല്ലേ, വാഹനമെല്ലാം കുറവായിരുന്നു. പിന്നെ നീ അങ്ങോട്ട് വിളിച്ചേറ്റേ. ഞാന് പുലർച്ചെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒരു സിസ്റ്റർ ക്രോസ് ചെയ്തേ റൂട്ട. അവള് എന്നെ കണ്ടിട്ട് ഒരു പുഞ്ചിരിയോടെ കൂടിയിട്ട് അങ്ങ് പോയിനത്. എന്തെങ്കിലും ചോദിച്ചാ? ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എന്തിനാ അവളെന്നോട് പുറത്തെ കണ്ട് ചിരിക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിട്ട് മൊത്തം അന്നെ ആകപ്പെടുന്ന നോക്കുമ്പോ ഡ്രസ്സിലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തിരക്കിട്ടിട്ട് ഇറങ്ങിയോണ്ട് അപ്പം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇനി നമ്മള് നല്ല ഈ പരിപാടിന്റെ ഇടയില് സൗണ്ടൊന്നും പുറത്തു പോയിട്ടില്ല, ഉറപ്പല്ലേ? സൗണ്ടൊന്നും ഇല്ലേനും, ഞാൻ പറഞ്ഞോണ്ട് നീ അമ്മതേലും ചെയ്ത്. എന്നാലും എനക്കും ഒരു സംശയമുണ്ട്. അതാണ് ഒരു ചെറിയൊരു ഡൗട്ട്. ഞാൻ പിന്നെ വേറൊന്നും നോക്കിയിട്ട് തിരിഞ്ഞു നോക്കില്ല, നേരെ വന്ന് ബൈക്കെടുത്ത് കറക്റ്റാ വീട്ടില്. അച്ഛനോ? എന്റെ അച്ഛൻ നല്ല എന്നോണ്ട് ഉറക്കം വെച്ച് കിടന്നുറങ്ങുന്നുണ്ട്. എനിക്ക് അയാളെയൊന്നും പേടി കണ്ടാടി വന്നു. വേറെ ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല. എന്നാ നോർമലായിട്ട് കാര്യം ചെയ്യിക്കാം. എന്തുണ്ട് ഇന്നലത്തെ സംഭവം എന്തുണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നു ഹോസ്പിറ്റൽ? സംഭവമൊന്നും മോശമില്ലേനും, അത്ര പോരാ. വീട്ടിൽ എത്ര പോരാ, നീ തന്നെയല്ലേ പറഞ്ഞ അടക്കി ഒതുക്കി മെല്ലെ മെല്ലെ മെല്ലെ. പിന്നെ അല്ലാണ്ട് ഒച്ചപ്പാടാക്കിട്ടാ. അതുകൊണ്ട് ഞാൻ അത്ര പോരാന്ന് നടക്കുന്നു. പക്ഷെ എങ്കിൽ അത്ര മതി. അത്ര മതി. തൽക്കാലം കാര്യങ്ങൾ നടന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം. അല്ല, നീ ഒന്നിന്റെ രണ്ടിലും അല്ല ഇടയിൽ നോക്കുമ്പോ എനക്ക് എന്നാ പറയണ്ടേ? അത് നീ പിന്നെ എന്തിട്ട് എതിർക്കായി? മാറിപ്പോയതല്ലേ? മാറിപ്പോയൊന്നുമല്ല, മനഃപൂർവ്വം. ഞാൻ വിചാരിച്ച നീ വിടൂലെന്നാ വിചാരിച്ചു. ഞാൻ വിചാരിച്ച ആക്രാന്തത്തിൽ മാറിപ്പോയതാണ്. അതെങ്ങനെ ഇതെല്ലാം മാറിപ്പോന്നു? ഞാനൊന്ന് ആഞ്ഞമർത്തി നോക്കും നല്ല ഈസിയായിട്ട് കയറി അങ്ങ് പോയി. ഞാന് വിചാരിച്ചത് അല്ല, എനിക്ക് ഇങ്ങനാന്ന് പറഞ്ഞോണ്ട് നീ അങ്ങനെ ചെയ്തതാണോ? അതൊന്നല്ല. നീ പിന്നെ എന്നിട്ട് ഒന്നും പറയാന് നടക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും അല്ലേ? തോന്നി ചെറിയ സുഖം. ഇച്ചിരി കൂടുതലല്ലേ? ഞാൻ വിചാരിച്ചേ എനിക്ക് മനസ്സിലായിട്ടില്ലേന്നായിരുന്നു എന്റെ സംശയം. ഞാൻ പിന്നെ പറഞ്ഞു ഉണ്ടായി. എനിക്ക് മനസ്സിലാവൂല. ഞാൻ വിചാരിച്ചു എന്താ ഇവിടെ ഒന്നും മറ്റേപ്പാട് തടഞ്ഞു നിർത്താനൊക്കെ നോക്കൂല. ഇങ്ങനത്തെ ഒരു തടയലും ഇല്ല. അയക്കോ എന്ന് പറയും പോലെ ഗ്രീൻ സിഗ്നൽ കിട്ടിയോലെ. അതല്ല ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് ഇട്ടത്. പിന്നെ സ്ഥിരമായിട്ട് ഒരേ വഴിയെ തന്നെ പോയിട്ട് കാഴ്ച ഇടക്കിടക്ക് വഴി ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കണ്ടേ? അത് ഞാനും വിചാരിച്ചത്. അത് ഞാൻ തന്നെ ഇങ്ങനെ കൂടുതൽ വഴിയിലോട്ട് പോയിട്ടാന്നോ അതിങ്ങനെ വഴിയെല്ലാം നല്ല വെട്ടിത്തെളിഞ്ഞ് സ്മൂത്തായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇതിനിടയിൽ ഇനി വേറെ ആരെങ്കിലും എന്താ പ്രയാസപ്പെടുന്നത്? പ്രയാസമുണ്ടാ? തണുപ്പായോണ്ടാ? തണുപ്പായതുകൊണ്ടൊന്നുമല്ല, കുറച്ച് മറ്റേ പ്രശ്നം. പക്ഷെ മറ്റേനെക്കാണിയും സിമ്പിള് വേഗം നിന്റെ ആ സംഭവം കഴിഞ്ഞല്ലോ. നീ വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണോ വന്നത്? എനിക്കൊരു സംശയമുണ്ട്. ഒന്നുമില്ല. ഇത്ര സ്മൂത്തായിട്ട് പോയത്? അത് സ്മൂത്ത് വന്നത് തൊട്ടടുത്ത് നല്ല ഓയിൽ ഉണ്ടായിരുന്നു. നീ അങ്ങനെ വിചാരിച്ച് വന്നതാണെങ്കിൽ? അല്ലല്ല, അങ്ങനെ വിചാരിച്ചു വന്നൊന്നുമല്ല. തൊട്ടടുത്തതിൻ്റെ അകത്ത് നല്ല ഓയിൽ ഉണ്ട്. അതിൽ നോക്കി ഇപ്പുറത്ത് ഒരു ആഞ്ഞൊരു പിടി പിടിച്ച് നോക്കിയാൽ നോക്കുമ്പോ സ്മൂത്തായിട്ട് അത് റൂട്ട് ക്ലിയർ ആയി. എനിക്ക് മനസ്സിലായിട്ടില്ല.
അതിൻ്റെ അകത്തുനിന്ന്. അല്ല ഞാൻ വിചാരിച്ചു നീ എന്തോ എടുത്തിട്ട് പോലെ എടുത്തതെല്ലാം നിന്റെ തന്നെ. ഇപ്പുറത്ത് നല്ല ഇഷ്ടം പോലെ ക്രീം ഉണ്ടായിരുന്നു, വന്നിങ്ങനെ പൊന്തി കിടക്കുന്നു തൊട്ട് നോക്കുമ്പോ. അപ്പൊ ഞാൻ അതിലൊരു മുക്ക് നോക്കി, തൊട്ട് ഇപ്പുറം ഒരു ക്ലിക്ക് നേരെ. ഞാനും വിചാരിച്ചിട്ട് ഇത്ര സ്മൂത്തായിട്ട് അങ്ങ് വഴി റെഡിയാവും. ഞാൻ ഞെട്ടിപ്പോയി കേട്ടാ ശരിക്കും. എന്നിട്ട് ആ ഞെട്ടലൊന്നും ഒന്നേരം കാണില്ലല്ലോ. അതല്ല ഒരു സുഖമുള്ള ഞെട്ടല്. അതന്നെ പറഞ്ഞു ഞാൻ, സൗണ്ടൊക്കെ വരുമെന്ന്. ഞാൻ പിന്നെ വായൊന്നും പൊത്തി പിടിക്കണ്ടെന്ന് വിചാരിച്ച് ഇരുന്നുണ്ടെങ്കിൽ വരട്ടെന്ന് വിചാരിച്ചു, സൗണ്ടും കേൾക്കാലോ. സൗണ്ട് വരും. പിന്നെ എനിക്ക് മനസ്സിലായത് ഹോസ്പിറ്റലല്ലേ. സൗണ്ട് കേട്ടണെങ്കിൽ എന്റെ വീട്ടിന്റെ മോളുള്ള പോലെയല്ല. അപ്പോൾ അമ്മ എണീറ്റ് എന്നാ മോളെ എണീച്ചിട്ട് വരും. അല്ല അതും വെച്ചിട്ട് ഇങ്ങനെ എണീക്കേണ്ടി വരും. പിന്നെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, ഫുള്ള് ഓപ്പണിങ് അല്ല, ഉള്ളൊരു കുഴപ്പമേ ഉള്ളൂ. അത് സാരമില്ല, അതിനുണ്ട് ഒരു രസം. ഓപ്പണിങ് അതെ, എപ്പം ഫുൾ ഓപ്പണിങ് ഇല്ല, ഇത് പകുതി ഓപ്പണിങ് ആയതുകൊണ്ട്. കറക്റ്റ് ബാക്കെന്ന് പൊക്കിങ് വെച്ചാ പിന്നെന്ത് ഹാഫും ഫുള്ളെല്ലാം കണക്കന്നെ. എന്ന് വെച്ചിട്ട് വീട്ടില് അത് കറക്റ്റ് ബാക്കെന്ന് പൊന്തിച്ചങ്ങ് വെച്ചാല് പിന്നെ ഹാഫും ഫുൾ ഓപ്പണിങ് എല്ലാം കണക്കന്നെയാണ്. പിന്നെ വീട്ടിൽ വരുമ്പോ അങ്ങനെ പൊന്തിച്ച് വെക്കണ്ട കേട്ടാ. അത് ശരിക്കും അത് ചെമ്മീൻ പൊടിച്ചിട്ടോടെ ആയിരിക്കും ഫുൾ ഓപ്പണിങ്. ഓക്കെ. അപ്പൊ നീ എന്താ ഇത് ഫുൾ ഓപ്പൺ ഒന്നും ആക്കാതെ? അവിടെ നിന്ന് ഞാൻ ഫുൾ ഓപ്പൺ ആക്കാൻ, എന്നാലും പൊന്നെ ഹാഫ് ഓപ്പണിങ് അല്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റും. നീ പറഞ്ഞ ഇടക്കിടക്ക് ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് മരുന്ന് നോക്കാനൊക്കെ സിസ്റ്റർമാരൊക്കെ വരും, കഥകിനെ മുട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അത് ഫുള്ളായാലും ഹാഫ് ആയാലും ശരി തന്നെ. അതല്ല മരുന്നിട്ട് കാണില്ല നമ്മളെ ക്ലിയർ ആകാത്തത്. ക്ലിയർ അല്ലേ? പിന്നെ എന്തെന്ന് എടുത്തിട്ട് ഞാൻ മറിക്കുവാന്ന്. ഇപ്പൊ ക്ലിയർ ആയ? അത് ചില നേരത്ത് കുറച്ച് ദൂരെ ഉള്ളത്, അതുകൊണ്ടാ. അപ്പൊ പിന്നെ ഇനിയെന്താ പരിപാടി? ഇനിയൊന്നും പരിപാടിയൊന്നുമില്ല. ഞാൻ അതാന്ന് പറയുന്നത്. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കൂടി ഞാൻ അങ്ങോട്ടേക്ക് ചവിട്ടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഡിസ്ചാർജ് ഒന്നും ഇല്ലല്ലോ. എന്റെ അച്ഛനോട് ഇന്ന് വരണ്ടെന്ന് പറയടി. അദ്ദേഹം എത്ര മണിക്കാ വരുത്ത്? വൈകുന്നേരം വരും. നീ പറഞ്ഞ ഇവിടെ അച്ഛന്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഇവിടെ വന്നിട്ട് മഞ്ഞും കൊണ്ടിട്ട് ഇങ്ങനെ ബെഞ്ചിൽ കിടക്കണ്ടല്ലോ, അച്ഛൻ അവിടെ തന്നെ നിന്നോന്ന് പറ. അച്ഛനത് സമ്മതിക്കും തോന്നുന്നില്ല. നീ പറയും പോലെ ഇരിക്കും. നീ പറ ഇങ്ങ് വരണ്ട, ഇത് ഞാൻ തന്നെ നോക്കിക്കോളും, രാത്രി വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞേ അച്ഛൻ പിന്നെ വെട്ടിയിട്ട പോലെ ഉറക്കാവുന്നു. പ്രശ്നമൊന്നുമില്ല, പറഞ്ഞ വെറുതെ അവിടെ വന്ന് കിടക്കണല്ലോ കഴിഞ്ഞിട്ടാണ്. എന്നാലും ഇന്ന് വരേണ്ട പരിപാടിയാ. പിന്നെ അല്ലാണ്ട് വേറെ ഒന്നും എന്റെ സംഭവം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. വേദന മാറിയിട്ടില്ല. അതിന് ഇന്നലെ നമുക്ക് ആ റൂട്ട് കയറണ്ട, സാധാരണ റൂട്ടിൽ തന്നെ മതി. ശരിയാ പറയുന്നല്ല ശരി തന്നെ, പറയുമ്പോ അങ്ങനെ തന്നെ അല്ലേ. ഞാൻ പറയുമ്പോ വേറെ മറ്റേ ചെയ്യുന്നത് വേറെയാണല്ലോ. അങ്ങനെയല്ല, അത് പിന്നെ എന്നാ പറയാ, അങ്ങ് ഇതെല്ലാം അങ്ങ് ആയിപ്പോന്നല്ലേ. ഇത് ആശുപത്രിയാണ്. ഞാൻ സമ്മതിക്കില്ല, എനിക്ക് തോന്നി അതും ചെയ്യുന്നു. അതിന് വേറെ ഞാൻ വേറെ എവിടെയും കടിച്ചോളൂ. അല്ല എനിക്ക് കടിക്കാനൊരു സ്ഥലവും ഇല്ല ബാക്കി കേട്ടാ. ആരെങ്കിലും ഒരാള് കടിക്കണ്ടേ? നിന്റെ
കെട്ടിയവനാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല, കടിക്കുന്നില്ല. ഉം. അയാള് കടിക്കലൊന്നുമില്ലല്ലോ. കടിക്ക് പോയിട്ട് നോക്കില്ല. മണപ്പിക്കൽ പോലുമല്ലേ. ഇല്ല. അതുകൊണ്ട് എനിക്ക് അന്ന ഇങ്ങനെ കിട്ടിയത് ഭാഗ്യം എന്ന് പറ. ഉം. എല്ലാം എന്തെന്ന് ചെയ്യാനാ നീ? ഉം. അതുകൊണ്ടാ പറഞ്ഞേ. കുളിക്കാനും ഇതിനെല്ലാം എനിക്ക് പ്രയാസം. ഞാൻ കുളിപ്പിക്കണോ എന്നിട്ട്? വേണ്ട. ഞാൻ റെഡിയാ. രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് വിളിച്ചാൽ മതി. അയ്യോ, അതുകൂടി ഉണ്ട്. എന്നാണ് അപ്പൊ ഈ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വരിക? ഡ്രസ് എടുക്കുന്നതിനെന്നാ, ഒരു ചെറിയ ബാഗില്ലേ, എല്ലാം എടുത്തിട്ട് ഡ്രസ് റെഡിയാക്കി ഞാൻ റെഡിയാ. അവിടെ സൗകര്യമില്ലേ? സൗകര്യമെല്ലാം ഉണ്ട്. പിന്നെന്താ? ആലോചിച്ചാലോ? ഞാൻ ആലോചിച്ചോ ചെയ്താലോ എന്ന് ആലോചിച്ചതാണ്. ആന്നാ? എന്നാലും ഞാനൊരു കാര്യം പറയാം. നീ ഇന്ന് കുളിക്കാൻ റെഡി ആയിട്ട് നിൽക്ക്.